നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കായി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഡൽഹി സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഏറ്റവും ഫേമസ് ആയ ഒരു കിടിലൻ സംഭവം, അതായത് മൊഹബത്ത് കി സർബത്ത് അല്ലെങ്കിൽ മൊഹബത്ത് കാ സർബത്ത്. അതിനു വേണ്ടി നമുക്ക് തണ്ണിമത്തൻ നിറയെ, അല്ലെങ്കിൽ ബത്തക്ക എന്ന് പറയാം, തണ്ണിമത്തൻ എന്ന് പറയാം, ഇനി വേറെ വല്ല പേരുണ്ടോ എനിക്കറിയില്ല, കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ കസ്കസ് കുതിർത്തത്, തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ ജ്യൂസിനൊക്കെ അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ, ഷേക്കിനൊക്കെ. അപ്പോൾ അതും കൂടെ എടുത്ത് സിമ്പിൾ, ഏറ്റവും കുറച്ച് ഐറ്റംസ് കൊണ്ട് നല്ല കിടിലൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലെടുത്തു, പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര സിറപ്പാക്കി വെച്ചതായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലോട്ട് മുറിച്ച് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയ തണ്ണിമത്തൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് റോസ് സിറപ്പാണ്. അപ്പോൾ അത് നല്ലൊരു കളറ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു റോസ് സിറപ്പ് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കളറ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ അത്ര ഒഴിച്ചാൽ മതി. നല്ല ചുവപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ അങ്ങ് ഒഴിച്ചു കൊടുത്തോ. അല്ല, നമ്മുടെ തൊണ്ടിപ്പഴം പോലെയാണെങ്കിൽ റോസ് കളറാണെങ്കിൽ അത് മതി. അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച് ആ കസ്കസും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി, അതൊന്നും പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് അങ്ങ് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഇത്രയും സംഭവം മതി. ഇനി ഇതിലോട്ടൊരു കാര്യം കൊണ്ട് നമ്മുടെ ഐസ് ക്യൂബ്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നായാലും ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് വേണം അല്ലേ. അപ്പോൾ കുറച്ച് തണുത്തോട്ടെ, ഈ ചൂട് കാലമല്ലേ. അപ്പോൾ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കങ്ങോട്ട് ഇവനെ അങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കാം. സംഗതി തീർന്നു, ഇത്രയേ ഉള്ളൂ. സംഗതി സിമ്പിൾ അല്ലേ, എന്നാൽ റിച്ചാണ് താനും. നല്ല ഈ ചൂടിന് കഴിക്കാൻ ഏറ്റവും സൂപ്പർ സാധനമാണ്. ആ കസ്കസും ഒക്കെ കൂടെ വെന്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു തണുപ്പ്, കൂളാകും അല്ലേ. അപ്പോൾ ശരിക്കും കണ്ടോ അതിൻ്റെ ഒരു കളർ, അത് ഒരു ലൈറ്റ് കളറാണ്. അതെടുക്കുമ്പോൾ നല്ല കളർ കേട്ടോ. അതിൻ്റെ കളറ്, അതിൻ്റെ ആ ടേസ്റ്റ്, എത്ര കുടിച്ചാലും മതി വരാത്തതാണ് ഈ മൊഹബത്ത് കാ സർബത്ത്. ഡൽഹി സ്ട്രീറ്റിലൊക്കെ കണ്ടുവരുന്ന പറഞ്ഞിട്ട് എന്നാ കാര്യം, അവരൊക്കെ ഇത് കഴിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരികളാകുന്ന കാണുന്നില്ലേ. അപ്പോൾ ഈ ചൂടത്ത് സൗന്ദര്യവും കൂടും, നമ്മുടെ ദാഹം കുറയും, പിന്നെ ശരീരത്തിൻ്റെ തണുപ്പ് നിലനിർത്താനും നമുക്ക് ഈ കസ്കസൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഓടിപ്പോകുന്നു, ഒരു തണ്ണിമത്തം വാങ്ങിക്കിടുന്നു, അതിനെ അങ്ങ് തലങ്ങും വിലങ്ങും മുറിച്ച് അങ്ങോട്ട് ഇടുന്നു. പിന്നെ കസ്കസും എല്ലാം കിട്ടുന്നു വെച്ചാൽ, ഇനി കസ്കസ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. പാലും പഞ്ചസാരയും സിറപ്പില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ നമുക്കുണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് ആ മൊഹബത്ത് കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം ഒരു സംശയമില്ല. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ മൊഹബത്ത് കാ സർബത്ത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.